ഞാൻ അല്പം താമസിച്ചു പോയി. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പെട്ടെന്ന് ചോദിക്കൂ. വിസ്മയ, നമ്മളിപ്പോ ലാലേട്ടൻ എന്ന് കേൾക്കുമ്പോ മീശപിരി, മുണ്ടും മടക്കുത്തി, കാല് വലിച്ചിട്ടുള്ള അടിയൊക്കെ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇപ്പം വിസ്മയ വരുന്നു, അപ്പൊ ഒരു ആക്ഷൻ മൂവി ആയിരുന്നു എനിക്ക് തോന്നുന്നു. കാല് പൊക്കിയിട്ടുള്ള അടിയൊക്കെ കാണാൻ പറ്റുമോ ലാലേട്ടനെ പോലെ തന്നെ? ശിവനേ, എടാ ചള്ളു ചെക്ക, എന്താടാ മുലപ്പാല് കിണിയുണ്ടാ നാക്കില്? അതിപ്പോ പറയാൻ പറ്റില്ല. ഉണ്ടോ, ആക്ഷൻ ഉണ്ടോ? അത് സിനിമ കണ്ടിട്ട് ഇവൻ മഹാ തെണ്ടി തന്നെ. എനിക്ക് ഇവനെ എന്തായാലും മരണം ഉറപ്പായി. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ലാലേട്ടാ, എങ്ങനെയാ നമ്മുടെ അത്രയും കാല് പൊക്കുന്നില്ല, അത്രയും കാല് പൊക്കുന്നില്ല, അത്രയും കാല് പൊക്കാൻ കുറച്ച് പ്രയാസമാണ്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. അപ്പം അത്യാവശ്യം ചെറിയ ചായയും കടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ അറിയാച്ചാ, ചുമ്മാ ഒരു രസത്തിന് രണ്ടടിച്ച ഒന്ന് ഫ്രീ. ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? വിസ്മയ അതിന്റെ വീട് പാവം. ലാലേട്ടനോട് ചോദിക്കാം. എന്നോട് ചോദിക്കേ. ഞങ്ങൾക്ക് തന്നെ കുറച്ച് ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ട്. എന്താണ് വിസ്മയ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇത് ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടൻ എന്തെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഉപദേശിക്കുന്നുണ്ടോ? ദേവൻ നിസ്സാരക്കാരനല്ല. ഒടുക്കം താൻ തലച്ചോറെന്നും പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഈ ചകിരിച്ചോറ് കൊലച്ചോറാകും പറഞ്ഞേക്കാം. ഒരു കാര്യമില്ല, ആ ടെൻഷൻ ഞാൻ ഒരു തന്നെയല്ലേ മാറ്റി വെക്കേണ്ടത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതൊരു എക്സാം എഴുതിയത് പോലെയാണ്. നന്നായിട്ട് എഴുതിയാൽ ജയിക്കും, മോശമായിട്ട് എഴുതിയാൽ തൂക്കും. അത് വലിയൊരു പോയിന്റ് അല്ലടോ. ഞാൻ പറയുന്ന പോലെ എനിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. ഇപ്പൊ 370ാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ടെൻഷനില്ല. അതുകൊണ്ടാണ് തുലിയാർ മണിയ എന്നെ ഇവന്മാരെല്ലാവരും ഉസ്താദ് എന്ന് വിളിക്കുന്നത്. ഇതൊരു പ്രത്യേക ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്റെ ഒരു സിദ്ധാന്തമുണ്ട്, വേണേ നോട്ട് ചെയ്തു. ഒരു സക്സസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഫെയിലിയറിനെയും അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. ഇതിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ. മനോഹരം, ഗംഭീരം. അപ്പം അതുകൊണ്ട് അവരുടെ ടെൻഷനിലേക്ക് നമ്മൾ പോയിട്ട് ഈ ടെൻഷൻ അടിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ടെൻഷനാവില്ലേ? എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.